മലയാളത്തിൻ്റെ വാനമ്പാടിയാണ് KS ചിത്ര. നമ്മൾ ചിത്ര ചേച്ചിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ പാട്ട് പാടുന്നു എന്നതിലുപരി നമ്മൾ പറയുന്നത് വളരെ സിമ്പിളാണെന്നാണ്. സംഗീതത്തിൻ്റെ എല്ലാ സംഗതികളും എല്ലാ ഹമ്മിങ്ങും അവരെ പോലെ വേറെ ആർക്കും എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർക്കും അറിയാം, അതുപോലെ നമുക്കും അറിയാം. പക്ഷേ ഏറ്റവും ലാളിത്യത്തോടെ ഏറ്റവും എളിമയോടുകൂടി തൻ്റെ ഫീൽഡിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് KS ചിത്ര. ഇന്ന് സുവിശേഷത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന്. ഇന്ന് കർത്താവ് അത് പറയുന്നത് ഒരു വെഡ്ഡിംഗ് ഫീസ്റ്റ് ഒരുക്കിക്കൊണ്ടാണ്. ഈ കല്യാണ വിരുന്നിൽ ഏറ്റവും VIP സീറ്റും ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് സീറ്റും ഉണ്ട്. അപ്പോൾ ഏറ്റവും VIP സീറ്റിൽ പോയി ഇരുന്നിട്ട് അവനെ പിടിച്ചിട്ട് ലാസ്റ്റ് സീറ്റിൽ കൊണ്ട് ഇരുത്തുന്ന ഒരു കഥയാണ് ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: മനുഷ്യപുത്രനായി ജീവിച്ച ദേവകുമാരൻ അവൻ ദൈവമാണെന്ന് പരിഗണിച്ചില്ല. അത്രത്തോളം മനുഷ്യനായി ജീവിച്ച് തന്നെ തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി. അപ്പോൾ ആ താഴ്മയാണ് ഇന്ന് നമ്മൾ അനുകരിക്കേണ്ടത്. അഹങ്കാരം നിറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. ഈ അഹങ്കാരത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് നമുക്കൊരു ഗുണവുമില്ല, അതുകൊണ്ടൊന്നും ചെയ്യാനുമില്ല. പേഴ്സണലായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്നു. പക്ഷേ താഴ്ന്ന നിരത്തെ നീരോടു എന്ന് എന്നോടൊരു സഹോദരി പറഞ്ഞപ്പോഴാണ് എന്താണ് എളിമയെന്നും എന്താണ് താഴ്മയെന്നും ഒക്കെ ജീവിക്കാൻ പഠിച്ചത്. അപ്പോൾ പൂർണ്ണമായിട്ടും മനുഷ്യനെന്ന നിലയിൽ അഹങ്കാരം മാറ്റാൻ പറ്റിയില്ലെങ്കിലും ദൈവം തന്ന കഴിവുകളിൽ അഹങ്കരിക്കാതെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിച്ച് താഴാൻ നമുക്കായാൽ ഉറപ്പായിട്ടും സ്വർഗമാവുന്ന വലിയ മാരേജ് ബാങ്ക്വറ്റിൽ കർത്താവ് ഉറപ്പായിട്ട് നമുക്ക് VIP പോസ്റ്റ് തരും. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മുടെ എല്ലാ കഴിവുകളിലും അഹങ്കരിക്കാതെ താഴ്മയോടെ എളിമയോടെ തമ്പുരാൻ്റെ കൃപ മാത്രമാണെന്ന് വിശ്വസിച്ച് കൂടുതൽ എളിമയ്ക്കായി പ്രാർത്ഥിക്കാം. ആമേൻ.